മണ്ണും മനുഷ്യനും സസ്യജാലങ്ങളും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു കാർഷിക സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളെല്ലാവരും. യന്ത്രവൽകൃത സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന യുഗത്തിൽ കാർഷിക മേഖലയും വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ കണ്ടെത്തലുകൾ സഹർഷം സ്വീകരിക്കുമ്പോഴും കൃഷി ഒരു പുണ്യകർമ്മമാണെന്ന് തെളിയിച്ച നിരവധി കർഷകർ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള ഒരു സമ്മിശ്ര കർഷകനാണ് കൊച്ചേരിൽ കുഞ്ഞുമോൻ. കരൂർ പഞ്ചായത്ത് ഏറ്റവും നല്ല കർഷകനായി തിരഞ്ഞെടുത്ത ഇദ്ദേഹത്തിന് 7 ഏക്കർ കൂടുതൽ വിവിധങ്ങളായവ കൃഷി ചെയ്തിരിക്കുന്നു. ഈ സ്ഥലത്തില്ലാത്തതായി ഒന്നുമില്ലെങ്കിലും പ്രധാനമായും കുരുമുളക്, ജാതി, കൊക്കോ, കാപ്പി, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവ. പരമ്പരാഗതമായി തന്നെ കർഷകരാണെങ്കിലും കുഞ്ഞുമോനും 50 വർഷത്തിൽ കൂടുതലായി കൃഷി മാത്രം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ മകനും അതേ പാതയിൽ സഞ്ചരിക്കുന്നുവെന്നത് അഭിമാനകരമായ നേട്ടമായി ഇദ്ദേഹം കാണുന്നു. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് തന്നെയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. കരിമുണ്ട ഇനം മാത്രമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. പരമ്പരാഗതമായി ഇവിടെ ഉണ്ടായിരുന്ന ഇനം കൊഴുത്തല മുറിച്ചെത്ത് നല്ലതാണ്. 200 ചുവട് ഇപ്പോൾ നല്ലതുപോലെ കാഴ്ച തുടങ്ങി. ചാണകം, വേപ്പിൻ പിണ്ണാക്ക് ഇവയുടെ മണ്ണിളക്കി 2-3 കൊടിത്തലകൾ ഒരു തടത്തിൽ നടും. 1/2 കിലോ എല്ലുപൊടിയും 10 കിലോ ചാണകവുമാണ് ആദ്യമിട്ട് മണ്ണുമായി യോജിപ്പിക്കുന്നത്. ശീമകൊന്നയാണ് താങ്ങുമരമായി ഇവിടെ നട്ടിരിക്കുന്നത്. പുതുമഴയോടെയാണ് അടിയിലിന് തുടക്കം കുറിക്കുന്നത്. 1 മാസം കൊണ്ട് തന്നെ പറന്നു കയറാൻ തുടങ്ങി. ആദ്യത്തെ 1 വർഷം നന അത്യാവശ്യമാണ്. പിന്നീട് ചുവട്ടിൽ പുതയിട്ട് കൊടുക്കുകയേ ഉള്ളൂ. താങ്ങുമരം ശീമകൊന്നയായതുകൊണ്ട് വർഷത്തിൽ 2 പ്രാവശ്യം തൂട്ടിറക്കണം. അതും കുരുമുളകിൻ ചുവട്ടിൽ ഇട്ടുകൊടുക്കും. താങ്ങുമരത്തിൽ പറന്നു കയറാനായി ആദ്യം വലയോട് കെട്ടിക്കൊടുക്കണം. 2-ാം വർഷം മുതൽ കാച്ചു തുടങ്ങും. 10 അടി അകലത്തിലാണ് സാധാരണയായി നടന്നത്. എല്ലാ വർഷവും ഓരോ ജൈവവള പ്രയോഗം മെയ്-ജൂൺ മാസത്തിൽ നടത്താറുണ്ട്. ഇപ്പോൾ ഇവയുള്ള ഈ കുരുമുളക് ചെടികളെല്ലാം 8 വർഷം കഴിഞ്ഞതാണ്. സാമാന്യം നല്ല രീതിയിൽ കയറ്റം കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ തെങ്ങിലും മാവിമൊക്കെ പടർത്തിയിട്ടുണ്ട്. അത് 15 വർഷത്തിലധികമായതാണ്. പൊതുവെ കുരുമുളകിൽ ഉണ്ടാകുന്ന ദ്രുതവാട്ടം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് കുഞ്ഞുമോൻ പറയുന്നത്. ദ്രുതവാട്ടം പ്രതിരോധിക്കാനായി 1 വർഷം 2 പ്രാവശ്യം ബോറും മിശ്രിതം ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഏപ്രിലിൽ പെയ്യുന്ന മഴയ്ക്ക് പിടി തളിരും. അതിനെ കൂടെ തന്നെ ഇരിയും. ജനുവരിയിൽ ഇത് വിളവെടുക്കാൻ സാധിക്കും. ഉദ്ദേശം 1 വർഷം 350 മുതൽ 400 കിലോ വരെ മുളക് ലഭിക്കാറുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. 1 കിലോ 700 രൂപ വിലയ്ക്ക് വിൽക്കാനും സാധിക്കും. ഏകദേശം 50 വർഷക്കാലമായിട്ട് പതിവായിട്ട് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഐറ്റം കൃഷികളും ഉണ്ട്. ജാതി, കുരുമുളക്, കാപ്പി, കൊക്കോ, വാഴ, ബാക്കി പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഏറെക്കുറെ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. രാസവളം കഴിവതും ഒഴിവാക്കിയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 60 ജാതിയോളം നിലവിലുണ്ട്. അതിൽ 55 ജാതിയും കായ്ക്കുന്നതും 5 ആൺമരമുണ്ട്. ആൺമരം ഉണ്ടെങ്കിൽ കവലം നന്നായിട്ട് കിട്ടുകയുള്ളൂ. ജാതിക്ക് ആണ്ടിൽ 2 പ്രാവശ്യം വളം ചേർക്കുന്നു. എല്ലുപൊടി, ചാണകം എന്നിവയാണ്, വേപ്പൻ പിണ്ണാക്ക് മുതലായവയാണ് കൃഷി വളപ്രയോഗമായിട്ട് ചെയ്യുന്നത്. അതുകൂടാതെ കാലവർഷത്തിൻ്റെ ആരംഭത്തിലും തുലാവർഷത്തിൻ്റെ അവസാന ഘട്ടത്തിലും 2 പ്രാവശ്യമായിട്ട് ബോർഡോ മിശ്രം തളിക്കുന്നു. മറ്റൊന്നുള്ളത് കുരുമുളകാണ് കൃഷിയുള്ളത്. അതിനും ഇതേ രീതിക്കുള്ള വളപ്രയോഗവും ബോർഡോ മിശ്രവും ചെയ്യുന്നു. 60 ചുവട് ജാതിയും ഇവിടെ നല്ലതുപോലെ കായ്ച്ചു തുടങ്ങി. സ്വന്തമായി ഉണ്ടായിരുന്ന ജാതി ചെടിയിൽ നിന്ന് ബഡ് ചെയ്തെടുത്തതാണ് ഇത്. തനി നാടകമാണെന്നാണ് കുഞ്ഞുമോൻ പറയുന്നത്. ബഡ് ചെയ്ത ജാതി 3-ാം വർഷം കായ്ച്ചു തുടങ്ങുമെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ലഭിച്ചു തുടങ്ങുന്നതിന് 6 വർഷം വരെ വേണ്ടിവരും. എല്ലാ സമയത്തും കായുണ്ടാകുമെങ്കിലും മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ധാരാളം കായ ലഭിക്കുന്നത്. ആരോഗ്യമുള്ള മരം കൃത്യമായ വളം വിളവും ലഭിച്ചുകൊണ്ടിരുന്നാൽ 50 വർഷത്തിൽ കൂടുതൽ നല്ലതുപോലെ കായ്ഫലം കിട്ടിക്കൊണ്ടിരിക്കും. 10 പെൺമരത്തിന് 1 ആൺമൻ എന്ന കണക്കിലാണ് ഇവിടെ നട്ടിരിക്കുന്നത്. പോളിനേഷന് ഇത് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ജാതിക്ക് വളരാൻ കുറച്ച് തണലുള്ളതാണ് നല്ലത്.
വർഷം 2 വളപ്രയോഗം ആവശ്യം. ചാണകവും വേപ്പിൻ പിണ്ണാക്കും കലക്കി ഒഴിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വേനലായി കഴിഞ്ഞാൽ മുളക് പോലെയല്ല, ജാതിക്ക് നന്നായി നനച്ചുവിടണം. ഇവിടെ അതിനായി ഒരു മഴവെള്ള സംഭരണി നിർമ്മിച്ചിട്ടുണ്ട്. 1,00,000 ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ടാങ്കാണ് ഇത്. ഈ വെള്ളം ജാതിക്കായി ഉപയോഗിക്കുന്നു. കീടനാശിനിയായി ബോഡോ മിശ്രം തന്നെയാണ് അടിച്ചുവിടുന്നത്. ജാതിക്കും വർഷത്തിൽ 2 പ്രാവശ്യം വീതം കീടനാശിനി സ്പ്രേ ചെയ്യാറുണ്ട്. കാലവർഷത്തിന്റെ ആദ്യവും തുലാവർഷത്തിന്റെ അവസാനവുമാണ് ഈ ജൈവ കീടനാശിനി പ്രയോഗിക്കുന്നത്. 1 കിലോ തിരിച്ച് 1.25 കിലോ നീരും കൂടി 100 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. സ്പ്രേ ചെയ്യുന്നതിന് ചെറിയ ഒരു മോട്ടോറിന്റെ സഹായം കൂടി പ്രയോജനപ്പെടുത്തുന്നു. ജാതിക്കു 250 രൂപ വിലയ്ക്കും പത്രി 1000 രൂപ വിലയ്ക്കും വിൽക്കാറുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. ഒരു വർഷം ശരാശരി 5 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ ലഭിക്കുന്നുണ്ട്.